ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വന്ന് വചനം ധ്യാനിപ്പാൻ കർത്താവ് തന്ന നല്ല സാഹചര്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 11. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായി ഞങ്ങളുടെ ദൈവമേ, സുഖ്യ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങ് ഹല്ലേലൂയ ഇന്നും കർത്താവേ ഞങ്ങളോട് അരുളി ചെയ്യുവാനുള്ളത് അരുളി ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങ് മാത്രം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മുഖാന്തരം അടിയങ്ങൾ ഒരുമിച്ച് അങ്ങയോട് ചോദിക്കുന്നു, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ആദ്യം നമ്മൾ കാണുന്ന ഒരു ആദ്യത്തെ വാക്യം എന്ന് പറയുന്നത് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നാണ്. അതായത് മനുഷ്യൻ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷ ഒരേ ഭാഷ. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ള ആൾക്കാർ ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് താമസിക്കുകയാണ്. ഈ സംഭവം നടക്കുന്നത് പേലഗിൻ്റെ കാലത്ത് ഇതെല്ലാം പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിരിക്കും. മനുഷ്യൻ സംസാരിച്ചു കൊണ്ടിരുന്ന ഭാഷയെക്കുറിച്ച് വചനത്തിൽ നമുക്ക് വ്യക്തമായ തെളിവില്ലെങ്കിലും ചരിത്രങ്ങൾ, വേദപഠിതാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നത് എബ്രായ ഭാഷയോ അതിനോട് സിമിലറായിട്ടുള്ള ഭാഷയോ ആണ് എന്നുള്ളതാണ്. ധാരാളം തെളിവുകൾ അവർക്ക് അതിന് പറയുവാനായിട്ടുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ അതങ്ങനെ പറഞ്ഞു, അങ്ങനെ വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ 2-ാം വാക്യം പറയുന്നു, എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. കിഴക്കോട്ട് യാത്ര ചെയ്തു. നിങ്ങൾ ഓർക്കുക, ദൈവവചനത്തിൽ എവിടെയെങ്കിലും കിഴക്കോട്ട് യാത്ര ചെയ്തു, കിഴക്കിനെ ലക്ഷ്യമാക്കി എന്ന് വായിക്കുന്ന ഇടങ്ങളിലെല്ലാം നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയവരാണ് കിഴക്കോട്ട് യാത്ര ചെയ്യുന്നത്. കയീൻ കിഴക്കോട്ട് യാത്ര ചെയ്തു. കിഴക്ക് തൻ്റെ മകനായ ഹാനോക്കിൻ്റെ പേരിലൊരു പട്ടണം പണിതു. അങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം കിഴക്കോട്ട് യാത്ര ചെയ്തു. സോതോമിലും ഗോമോറയിലും താൻ എത്തിച്ചേർന്നു. ഇവിടെയും ജനം കിഴക്കോട്ട് യാത്ര ചെയ്യുകയാണ്. കിഴക്കോട്ട് യാത്ര ചെയ്ത് അവിടെ ഒരു സമഭൂമി കണ്ടു. സമഭൂമി കണ്ട് അവിടെ താമസിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഇവരുടെ ഒരു ചിന്ത എന്താണെന്നറിയാമോ? വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. അപ്പോൾ ഇവർ ചെന്ന് പാർത്തിരിക്കുന്ന സ്ഥലം ഷിനാർ എന്ന് പറയുന്ന ദേശമാണ്. ആ പ്ലെയിൻ ലാൻഡ് ഷിനാർ ഇന്ന് എവിടെയാണ് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇറാൻ, ഇറാഖ്, കുവൈറ്റ് ആ റീജിയനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ആ ഭാഗത്ത് ഒരു സമഭൂമി കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, പരന്ന് കിടക്കുന്ന മരുഭൂമി അവിടെ ഉണ്ടില്ലേ? ഇഷ്ടംപോലെ പരന്ന് കിടക്കുന്ന മരുഭൂമിയുണ്ട്. അവിടെ ചെന്ന് ഈ പ്ലെയിൻ ലാൻഡ് കണ്ടപ്പം ഇവർക്ക് വിചാരിച്ചു, ഇവിടെ നിന്നിനി എങ്ങും പോകണ്ട. ദൈവിക പദ്ധതികൾക്ക് എതിരെയുള്ള ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. നമുക്കിവിടെ ഒരു ഗോപുരം ഉണ്ടാക്കാം. ആ ഗോപുരം ഉണ്ടാക്കി പണിത് അതിനകത്ത് നമുക്ക് താമസിക്കാം
എന്താണ് ദൈവിക പദ്ധതിക്ക് എതിരാണ് ഇതെന്ന് പറയാൻ കാരണം? ജെനസിസ് ചാപ്റ്റർ 9:1 ജലപ്രളയത്തിന് ശേഷമുള്ള ദൈവത്തിൻ്റെ അവരോടുള്ള അരുളപ്പാട് എന്തായിരുന്നു? നിങ്ങൾ ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറയണമെന്നുള്ളതായിരുന്നു. ഭൂമിയിൽ സ്പ്രെഡ് ഔട്ട് ചെയ്യണം, അതിനെ റീപ്ലെനിഷ് ചെയ്യണം, അതിനിൽ നിറയണം. അല്ലാതെ ഒരിടത്ത് കൂടി ഒന്നിച്ച് താമസിക്കാനല്ല ദൈവം ഇവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദൈവിക പദ്ധതിയോടുള്ള ഒരു റിബല്യസ്നെസ് ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണാനായിട്ട് കഴിയുന്നത്. ആ ദൈവിക പദ്ധതി ഭൂമിയിൽ നിറയുക എന്നുള്ളതിന് പകരം ഒരുമിച്ച് കൂടി ഇരിക്കുക എന്നുള്ള ഒരു ചിന്ത. ഇനി ഇതിനകത്ത് മനുഷ്യൻ ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്തുള്ള മറ്റൊരു ചിന്ത എന്തായിരിക്കും? നമുക്ക് സ്വർഗത്തോളം എത്തുന്ന ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കുവാൻ, അപ്പോൾ ഭൂതലം മുഴുവൻ നിറയണമെന്ന് പറഞ്ഞതിന് എതിരായിട്ടുള്ള ഒരു ചിന്ത 4-ാം വാക്യമാണ്. ഒരു പട്ടണം പണിയണം, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയണം, പിന്നെ നമുക്കൊരു പേരുമുണ്ടാക്കണം. ഈ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കണമെന്നിവർ പറയുമ്പോൾ എന്തായിരിക്കാം ഇവരുടെ ഹൃദയത്തിനകത്തെ ചിന്ത? ജലപ്രളയം കഴിഞ്ഞ ജനമാണ്. ഇവരുടെ ഉള്ളിലെ ചിന്ത, ഇനി നാം പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചാൽ, ദൈവം അടുത്ത ഒരു ജലപ്രളയം അയച്ചാൽ ഗോപുരത്തിൻ്റെ മുകളിൽ കയറി രക്ഷപ്പെടാം. സ്തോത്രം, ഹല്ലേലൂയ. ഞാനിങ്ങനെ തിരിച്ച് ചിന്തിക്കുകയാണ്, ഇത്രയും ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ച മനുഷ്യന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഭയം ഉള്ളിലുണ്ടെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിൽ, അരാരാത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആ പെട്ടകത്തെ എന്നാൽ നമുക്കൊന്ന് സംരക്ഷിക്കാം, ഇടയ്ക്കൊന്ന് കയറി അതെല്ലാം വൃത്തിയാക്കിയൊക്കെ ഇടാം, അടുത്ത ഒരു പ്രളയം എങ്ങാനുമുണ്ടായാൽ അതിനകത്ത് കയറി രക്ഷപ്പെടാം എന്ന് മനുഷ്യൻ ചിന്തിച്ചില്ല. പെട്ടകം അപ്പോഴും അവൈലബിളാണ്, പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു തന്നെ ഇരിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ അവനുണ്ടാക്കുന്ന അവൻ്റെ കൈപ്പണിയായ കാര്യങ്ങൾ കൊണ്ട് ദൈവിക ന്യായവിധി കൊണ്ടുവരാൻ സാധ്യതയുള്ള പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇന്നും അതുതന്നെയല്ലേ നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെയൊക്കെ ഉള്ളിലും മനുഷ്യരുടെ ഉള്ളിലുള്ള ചിന്ത അതുതന്നെയല്ലേ? രക്ഷയുടെ പെട്ടകത്തിൻ്റെ വാതിൽ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. കാൽവറി യാഗപീഠം, ഹല്ലേലൂയ, വിശ്വസിക്കുന്ന ഏവനെയും സ്വീകരിക്കുവാൻ തയ്യാറായി അവിടെ നിൽക്കുമ്പോൾ അതിലേക്ക് ഓടിച്ചെല്ലുവാൻ മനസ്സില്ലാതെ മാനുഷികമായ പ്രയത്നങ്ങൾ കൊണ്ട്, കൈകളുടെ പ്രയത്നങ്ങൾ കൊണ്ട്, നമ്മുടെ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ കൊണ്ട് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ശ്രമം, ദൈവത്തിൻ്റെ കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ടുള്ള ഒരു ശ്രമം, അത് ആ കാലഘട്ടം മുതൽ തന്നെ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലാണ് ഇവർ ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു എന്ന് വായിക്കുന്നു. ഇവരെന്തായിരുന്നു പറഞ്ഞത്? ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണം. പക്ഷേ ഈ ഗോപുരം എന്താ എന്ന് കാണാനായിട്ട് ദൈവത്തിന് ഇറങ്ങി വരേണ്ടി വന്നു. മനുഷ്യ, നീ എത്ര പണിതാലും ദൈവം ഇറങ്ങി താഴെ വന്ന് നോക്കേണ്ടുന്ന വിധത്തിൽ അത്രയും വലിപ്പത്തിലേ നിനക്ക് പണിയാൻ കഴിയൂ. ഒരിക്കലും ദൈവത്തിൻ്റെ മുകളിലോട്ട് കയറി നിനക്കൊരു പണിയും നടക്കില്ല. ഈ ഭൂമി
സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവുമായിരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും നിനക്ക് നിൻ്റെ മനസ്സിൽ ഒരുപക്ഷെ പണിത് കൂട്ടാൻ കഴിയുമായിരിക്കും. അതിനും പരിധിയുണ്ട്. എത്ര വലുത് പണിതാലും തമ്പുരാൻ്റെ പാദപീഠത്തിൽ അവൻ ഇറങ്ങി വരണ്ടെന്ന വലിപ്പത്തിലേ പണിയാൻ കഴിയൂ. ഈ ഒരു ചിന്ത എല്ലാവരുടെയും ഉള്ളിൽ വന്നിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി എത്ര വലിയ പണിതാലും, എത്ര കൂടുതൽ സമ്പാദിച്ചാലും, എന്തെല്ലാം ജീവിതത്തിൽ ചെയ്താലും, അത് ഭൗതിക തലത്തിലോ ആത്മീയ തലത്തിലോ ഉള്ള എന്തൊക്കെ സംഭവിച്ചാലും, എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞാലും അതിന് ഒരു പരിമിതിയുണ്ട്. ഇത്രയ്ക്കിത്ര കാര്യങ്ങളെ ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു ബോധ്യം, അത് നമ്മുടെ ഉള്ളിലേക്ക് തരുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനിയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ ഈ 3-4 വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം, അവിടെ വായിക്കുന്നത് they did not have stones. അവർക്ക് കല്ലുണ്ടായിരുന്നില്ല. ഇല്ലായിരുന്നത് കൊണ്ട് ഇവർ പറയുകയാണ്, നമുക്ക് ഈ മണ്ണിനെ കുഴച്ച് ചേർത്ത് വെച്ച് നമുക്ക് ഇഷ്ടിക ചുടാം എന്ന്. അപ്പോൾ ഈ ടവർ ഓഫ് ബാബേൽ, നമുക്കറിയാം ഈ ബാബേൽ പട്ടണം പണിയുവാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത വ്യക്തി നിമ്രോദാണ്. ഇന്നലെ നമ്മൾ നിമ്രോദിൻ്റെ കാര്യം ഒന്ന് ചിന്തിച്ചു. അവൻ 2 പട്ടണങ്ങൾ പണിതു, ഒന്ന് ബാബേലും 2 നിനവയും. അപ്പോൾ ആ പട്ടണം പണിയാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിരിക്കുന്ന ഈ വ്യക്തി, ഇനി ദൈവവചനം അതിനോട് വളരെ സിമിലറായിട്ട് ഈ കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്നുകൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് കഴിയും കേട്ടോ. ബാബേൽ ഗോപുരം, ആ ബാബേൽ എന്ന് പറയുന്ന പട്ടണം, ഇതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന ചരിത്ര ഭാഗങ്ങളും കൂടെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഈ ഏത് കാലഘട്ടത്തിലാണ് ഈ ബാബേൽ ഗോപുരം പണിതത് അല്ലെങ്കിൽ ആ പട്ടണം പണിതെന്നുള്ളത് ചരിത്രവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ടും ദൈവവചനത്തിൻ്റെ അതേ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാലഘട്ടത്തിലാണ് അതും പറഞ്ഞിരിക്കുന്നതെന്ന് ചരിത്രത്തിൻ്റെ കൂടെ ഒരു തെളിവ് നമുക്ക് ലഭ്യമാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ ഓർക്കുക, ഈ ബാബേൽ ഗോപുരം പണിയുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ മണ്ണ് ചുടുകട്ടയായി മാറിയത്. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഈ മണ്ണ് ചുടുകട്ടയായിട്ട് മാറിയാൽ അല്ലെങ്കിൽ ഇഷ്ടികയായിട്ട് മാറിയാൽ പിന്നീട് ആ ഇഷ്ടികയെ നമ്മൾ പൊടിച്ച് മണ്ണിൻ്റെ രൂപത്തിലാക്കിയാലും അതിനൊരിക്കലും ആ ഒരു മണ്ണിൻ്റെ ആ നേച്ചർ തിരിച്ചു കിട്ടത്തില്ല. ആ സോയിലിൻ്റെ നേച്ചർ തിരിച്ചു കിട്ടത്തില്ല. കാരണം ഈ ഇഷ്ടികപ്പൊടി അതിനകത്ത് നമ്മളൊരു ചെടി നട്ട് വളർത്താമെന്ന് വിചാരിച്ചാൽ നമുക്ക് വളർത്താൻ പറ്റത്തില്ല. അതിൻ്റെ ആ പശപ്പ് നഷ്ടപ്പെടും. അപ്പം ആ പ്രകൃതിയുള്ള ആ നേച്ചർ, അതിന് സ്വയമുള്ള ഒത്തിരി സ്വഭാവ ഗുണങ്ങൾ ഈ ചുടുകട്ടയാകുന്ന സമയത്ത് നഷ്ടപ്പെടും. ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അടുത്ത ഭാഗം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി ഈ മണ്ണ് ചുടുകട്ടയായ സമയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം
ഇവർക്ക് പണിയണം. അതായത് മനുഷ്യൻ്റെ ഹൃദയം അങ്ങ് നിഗളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമുക്കൊരു പേരുണ്ടാക്കണം. അതായത് അവനൊരു സ്ഥലത്തങ്ങ് സെറ്റിൽ ചെയ്ത് അവൻ്റേതായിട്ട് ഒരു പട്ടണം, ഒരു ഗോപുരം. ഇവിടെ കായീനും പട്ടണമുണ്ടാക്കിയത് നമ്മൾ വായിക്കുന്നുണ്ടല്ലേ. അവൻ്റെ സന്തതിയുടെ പേരാണ് ആ പട്ടണത്തിന് അവനിട്ടത്. അപ്പോൾ അവരുടെ പേര് നിലനിർത്താനായിട്ട് ഒരു ശ്രമം നടത്തുന്നത്. അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ ഈ നിഗളം കയറുമ്പോൾ, അല്ലെങ്കിൽ ഭൗതികമായിട്ട് അവർ സ്വയം ഉയരാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ഈ മണ്ണ് ചുടുകട്ടയായിട്ട് മാറിയത്. ഓർത്തു നോക്കിക്കേ, ഈ മണ്ണ് ചുടുകട്ടയാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മണ്ണ് കൊണ്ടാണ്, അല്ലേ? ഈ മണ്ണ് കൊണ്ട് നമ്മെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഈ മണ്ണ് ചുടുകട്ടയാകുക എന്ന് പറഞ്ഞാൽ, ഒരു പിടി മണ്ണ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഒരു മനുഷ്യനെ എറിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. ചിലപ്പം കണ്ണിലെങ്ങാനും വീണാൽ ഒരല്പം ബുദ്ധിമുട്ട് വരുമായിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു ചുടുകട്ട എടുത്തെറിഞ്ഞാലോ, അത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും. ഈവൻ മരണത്തിലോട്ട് തന്നെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മണ്ണാകുന്ന ഈ ശരീരം, അല്ലെങ്കിൽ ഈ മണ്ണാകുന്ന ഈ മനുഷ്യജീവിതം ഒരിക്കലും കഠിനപ്പെട്ട് ചുടുകട്ടയാകരുത്. സ്തോത്രം. അതെപ്പോഴും ഓർത്തിരിക്കണം. മണ്ണായിരിക്കാൻ തന്നെയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അല്ലാതെ ചുടുകട്ടയാവാനല്ല, കഠിനപ്പെടാനല്ല. എപ്പോഴാണ് ഇത് സംഭവിക്കുക ജീവിതത്തിൽ? നിഗളം നമ്മുടെ ഉള്ളിൽ വന്നാൽ, ഭൗതികമായിട്ട് ഉയരാനുള്ള ഒരു ചിന്ത ഉള്ളിൽ കയറിയാൽ ഇത് സംഭവിച്ചു തുടങ്ങും, കഠിനത തുടങ്ങും. അതായത് നല്ലൊരു ജോലി കിട്ടി, ഇനി സമ്പാദിക്കണം. ഇതകത്തോട്ട് കയറുമ്പോൾ ഓർത്തോണം, ഒരു ആവശ്യക്കാരനെ കണ്ടാൽ മനസ്സലിയത്തില്ല, അവനൊന്നും കൊടുക്കത്തില്ല. ഇവൻ ചിലപ്പം ഭാര്യയ്ക്കും മക്കൾക്കും പോലും കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഭർത്താവിനും മക്കൾക്കും പോലും ഒന്നും കൊടുക്കത്തില്ല. അങ്ങ് കഠിനപ്പെടുക. എപ്പോഴാണിത്? ആ ഭൗതികമായിട്ട് ഉയരാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുകയാണ്. അപ്പോഴാണ് ഈ കഠിനത അകത്ത് നിന്ന് തുടങ്ങുന്നത്. നിഗളം ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയണം, ഇതിനെയെല്ലാം അങ്ങ് വലുതാക്കണം. അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയതായിരിക്കും, അല്പം എന്തെങ്കിലും ആയി കഴിയുമ്പോഴത്തേക്കിനും ചെറിയൊരു ബിസിനസ് ആരംഭിച്ചതായിരിക്കാം. പക്ഷേ ആ ബിസിനസ് ഫ്ലറിഷ്ഡായി കഴിയുമ്പോഴത്തേക്കിനും കഠിനമായി പോകുക. ഹല്ലേലൂയ. നിഗളമുള്ളിൽ കയറുകയാണ്. ഇനി ഇവിടെ സ്വയം പര്യാപ്തനാകാൻ മനുഷ്യൻ ശ്രമിക്കുകയാണ്. അതായത് നമുക്കൊരു പട്ടണം ഉണ്ടാക്കണം, നമുക്കൊരു ഗോപുരം ഉണ്ടാക്കണം, നമ്മളെങ്ങും ചിതറിപ്പോകരുത്, നമ്മൾ ഒരുമിച്ച് താമസിക്കണം. പിന്നെ കുറേ കഴിയുമ്പം എല്ലാം ഉണ്ടല്ലോ, ഒരു പട്ടണമാകുമ്പം അതിന് വേണ്ടുന്നതെല്ലാം ആകും. പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. സ്വയം പര്യാപ്തനാകാനായിട്ട് നമ്മളെ സഹായിക്കാൻ ആൾക്കാരുണ്ട്, നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്, നമുക്ക് എല്ലാം ഉണ്ടെന്ന് അതിനുള്ള ഒരു ശ്രമം നടക്കുമ്പോഴാണ് ഈ മണ്ണ് ചുടുകട്ടയാകാൻ ആയിട്ട് മാറുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യൻ സ്വയം ഉയരാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് മണ്ണ് ചുടുകട്ടയാകുന്നത്. ഇനി ഈ മണ്ണ് ചുടുകട്ടയാകുന്നത് എപ്പോഴാണ്? ദൈവത്തെ കൂടാതെ ഒന്നിക്കുമ്പോൾ ഓർത്തോണം, കഠിനത തുടങ്ങും. ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടിട്ട് മനുഷ്യർ തമ്മിൽ ഇങ്ങനെ ഒന്നിക്കുകയാണ്. വെൻ ദേ ഗ്യാദർ ടുഗദർ,
against the will of God and when they make decisions against the will of God, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിപരീതമായിട്ട് ദൈവത്തെ കൂടാതെ അവർ ഒന്നിക്കുമ്പോൾ ഈ മണ്ണ് ചുടുകട്ടയാവുകയാണ്. ഇനി ഇത് ചുടുകട്ടയാകണമെങ്കിൽ വെറുതെ കുഴച്ച് വെച്ചാൽ പറ്റത്തില്ല. ഇത് ചൂളക്കിടണം, ഇല്ലേ? അതിഭയങ്കരമായ തീയുടെ അനുഭവത്തിൽ കൂടെ പോയെങ്കിൽ മാത്രമേ ഉടഞ്ഞു പോകാത്ത ഒരു നല്ല ഇഷ്ടിക അല്ലെങ്കിൽ ചുടുകട്ട നമുക്ക് ലഭിക്കുകയുള്ളൂ. എൻ്റെ വാക്കിൽ നിന്ന് തന്നെ ചുടുകട്ട, ചുട്ടെടുക്കുന്നത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ പോകുമ്പോഴും നാം കഠിനപ്പെടാൻ സാധ്യതയുണ്ട്. ഈ മണ്ണ് കഠിനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ കെയർഫുള്ളായിരിക്കണം. തീച്ചുളയ്ക്കകത്തൂടെ പോകുമ്പോൾ കഠിനപ്പെട്ട് പുറത്ത് വരരുത്. തീയുടെ മണം പോലും ഏൽക്കാതെ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവും പുറത്ത് വന്നതുപോലെ പുറത്ത് വരണം. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ദൈവിക പദ്ധതി അല്ലെങ്കിൽ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ നാം കഠിനപ്പെടും. ദൈവിക പദ്ധതി എന്തായിരുന്നു, അല്ലെങ്കിൽ കൽപ്പന എന്തായിരുന്നു? സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകണമെന്നുള്ളതായിരുന്നു. ആ കൽപ്പന ലംഘിച്ചപ്പോഴാണ് മനുഷ്യൻ ചുടുകട്ടയായി അല്ലെങ്കിൽ ഇഷ്ടികയായി മണ്ണ് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു അനുഭവങ്ങളും, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ ഈ കഠിനതയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അകത്തൊരു നിഗളം വന്നിട്ട് ദൈവിക പദ്ധതിക്ക് എതിരായിട്ട് നിന്നിട്ട് സ്വയം ഉയരാൻ ശ്രമിച്ചിട്ട് ദൈവത്തെ കൂടാതെയുള്ള ആലോചനകൾ ചെയ്ത് ഞാനാകുന്ന ഈ മണ്ണ് ഒരിക്കലും കഠിനപ്പെട്ട് അതിൻ്റെ ആ പ്യോർ നേച്ചർ, ആ ശുദ്ധിയുള്ള ആ പ്രകൃതി സ്വഭാവം ഒക്കെ നഷ്ടപ്പെട്ടു പോകുവാൻ, നഷ്ടപ്പെടുത്തി കളയുവാൻ ദൈവമേ ഇടയാക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, ഈ മനുഷ്യൻ ചുടുകട്ട ഉണ്ടാക്കി എടുത്തപ്പോഴേ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഓരോരോ കട്ടകൾ ഉണ്ടാക്കിയില്ലേ? പിന്നെ ഇതിനെ 2 കട്ടകളെ തമ്മിൽ ചേർത്ത് നിർത്താനായിട്ട് പശമണ്ണ് തേടിപ്പോകേണ്ടി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ മനുഷ്യൻ ചെളിയെടുത്ത് ചുടുകട്ടയാക്കിയപ്പോൾ അതിനെ ഒന്നിച്ച് നിർത്താൻ വീണ്ടും പശമണ്ണ് വേണ്ടി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? തൻ്റെ ശക്തിയുള്ള വചനത്താൽ ദൈവം ഈ ഭൂമിയിലുള്ള സകലതിനെയും ഒന്നിച്ച് നിർത്തുകയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണ്? മനുഷ്യൻ്റെ പ്രയത്നങ്ങൾക്കൊക്കെ പരിമിതികളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നാം പലതും ചെയ്താൽ, ഹല്ലേലൂയ, അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ വിചാരിക്കുന്നത് പോലെയുള്ള വലിയൊരു റിസൾട്ട് നമുക്ക് ലഭ്യമാകുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാൽ ദൈവം ധൂളി അഥവാ പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ ഒന്നിച്ച് നിർത്താൻ അവൻ്റെ വചനം മതിയായിരുന്നു. ഓർത്ത് നോക്കി, നമ്മുടെ ശരീരത്തിനകത്തും പുറത്തുമായിട്ട് എന്തുമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിനെയാണ് ദൈവം സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നത്. എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓർഗൻസിനെയാണ്. അതും ഓർത്തോണം, മനുഷ്യൻ ചുടുകട്ട ഉണ്ടാക്കിയത് പശമണ്ണ് കുഴച്ചെടുത്താണ് ഉണ്ടാക്കിയത്. പക്ഷേ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ദ സൂപ്പർമോസ്റ്റ് ലെയർ ഓഫ് ദി സോയിൽ. ഹല്ലേലൂയ, മണ്ണിൻ്റെ ഏറ്റവും പുറമേയുള്ള ലെയറാണ് ധൂളി. ധൂളി കൊണ്ടാണ്, അല്ലെങ്കിൽ പൊടി. ധൂളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഊതിയാൽ പറന്നു പോകുന്ന ആ ഏറ്റവും പുറമേയുള്ള ലെയർ. അതുകൊണ്ടാണ് ദൈവം വാസ്തവത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പോലും ഈ ഓരോ ഓർഗൻസിനെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് നിർത്തുവാനായിട്ട് ഒരു പശമണ്ണിൻ്റെയും ആവശ്യമില്ല. നമ്മുടെ മൂക്കുണ്ടാക്കിയിട്ട് ഒട്ടിച്ച് വെച്ചേക്കുവാണോ? അല്ല. കണ്ണുണ്ടാക്കിയിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണോ? അല്ല. അകത്തുള്ള ഓർഗൻസ് അല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊന്നും തമ്മിൽ കൂട്ടിച്ചേർക്കാൻ പശമണ്ണിൻ്റെ ആവശ്യം
ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ദൈവത്താൽ പുനഃസൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യൻ, യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ യഥാർത്ഥമായ വീണ്ടും ജനനം പ്രാപിച്ച, ഞാൻ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. യഥാർത്ഥമായ വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് പറയുന്നവരല്ല, ആ റിയൽ എൻകൗണ്ടർ ഉണ്ടായിട്ട് വീണ്ടും ജനനം പ്രാപിച്ച രണ്ട് മനുഷ്യരെ തമ്മിൽ കൂട്ടിച്ചേർത്ത് നിർത്താൻ ഇടയ്ക്ക് ഒരു പശമണ്ണിൻ്റെ ആവശ്യമില്ല. അവരുടെ രണ്ടുപേരുടെയും ഹൃദയത്തിൻ്റെ അന്താഴത്തിലൂടെ, ഹൃദയത്തിൻ്റെ അകത്തൂടെ പായുന്ന ഒരു സ്നേഹത്തിൻ്റെ അന്താഴം ഓട്ടോമാറ്റിക്കലി വന്നങ്ങ് വീഴും. ചേർത്ത് നിർത്താൻ ഒന്നും വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, എവിടെയെങ്കിലും ആരെങ്കിലുമായിട്ട് ചേരാൻ കഴിയാതെ പോകുന്നു എങ്കിൽ ഇത് മണ്ണായിട്ട് തന്നെ ഇരിക്കുവാണോ അതോ എവിടെയെങ്കിലും കഠിനപ്പെട്ടോ എന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ദൈവത്താൽ കൂട്ടി യോജിക്കപ്പെട്ട വീണ്ടും ജനനം പ്രാപിച്ച, ഞാൻ സംസാരിക്കുന്നത് വീണ്ടും ജനനം പ്രാപിച്ചവരെ കുറിച്ചാണ്. അല്ലാത്തവർക്ക് പല ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് തമ്മിൽ കൂട്ടി യോജിക്കാൻ അല്ലെങ്കിൽ യോജിപ്പിച്ച് പോകാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചിന്തിച്ചേ, എവിടെയോ ഒരു ചുടുകട്ടയുടെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട്, എവിടെയോ ഒരു കഠിനത സംഭവിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ നേച്ചറിനെ മാറ്റിക്കളഞ്ഞത്. നമ്മുടെ സ്വഭാവത്തെ മാറ്റിയിട്ട് കൂട്ടി യോജിക്കാൻ കഴിയാതെ, ചേർന്ന് പോകാൻ കഴിയാതെ നമ്മളെ ആക്കി തീർത്തിരിക്കുന്നത്. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, അപ്പനും അമ്മയും തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ, അപ്പനും മക്കളും തമ്മിൽ, മക്കളും ഹല്ലേലൂയ, സഹോദരങ്ങൾ തമ്മിൽ, ഹല്ലേലൂയ, അമ്മയും മരുമക്കളും തമ്മിൽ, ഹല്ലേലൂയ, എവിടെയെങ്കിലുമൊക്കെ ചേരാൻ കഴിയാതെ വണ്ണം ഇടയ്ക്ക് ഹല്ലേലൂയ പശമണ്ണ് ആവശ്യം വരുന്ന വിധത്തിൽ, മറ്റാരെങ്കിലുമൊക്കെ ഇടയ്ക്ക് നിൽക്കേണ്ടുന്ന വിധത്തിൽ ഹല്ലേലൂയ അങ്ങനെ അകന്നു പോയിട്ടുള്ള, ചേർന്ന് പോകാൻ കഴിയാതെ വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ടു എന്ന് ക്ലെയിം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. എന്നാൽ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ചേർന്ന് പോകാൻ കഴിയുന്നില്ല, ഒന്നിച്ചായിരിക്കാൻ കഴിയുന്നില്ല, കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഹല്ലേലൂയ വാസ്തവമായിട്ടും അകത്ത് നിന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. വീട്ടിൽ പ്രാർത്ഥന നടക്കുമ്പോഴും അകത്തെ മുറിയിൽ ഹല്ലേലൂയ, സ്തോത്രം, വേർതിരിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഫോൺ വിളികൾ നടക്കുന്നില്ല, സ്നേഹബന്ധം പഴയതുപോലെ ആകാൻ കഴിയുന്നില്ല. അങ്ങനെ ആ വിധത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഇഴുകിച്ചേരുവാൻ കഴിയാതെ വണ്ണം, ആ ദൈവിക പദ്ധതി ഹല്ലേലൂയ, സ്തോത്രം, സംഭവിക്കാതെ വണ്ണം ഹല്ലേലൂയ ഉള്ളിൽ ഹല്ലേലൂയ ആയിരിക്കുന്ന ഹല്ലേലൂയ അകത്ത് ആ വേർപെട്ട് നിൽക്കുന്ന, പുറമേ ഒരുപക്ഷെ മനുഷ്യൻ നോക്കുമ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നുണ്ടായിരിക്കാം, സന്തോഷമായിരിക്കാം, പക്ഷേ ഹല്ലേലൂയ അകത്ത് നിന്ന് അകന്നിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ആ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവിക വചനം കൊണ്ട് ഹല്ലേലൂയ ഒരു സൗഖ്യം നടന്ന് ഹല്ലേലൂയ വചനം കൊണ്ട് ബന്ധിപ്പിച്ച് നിർത്തട്ടെ. ദൈവം തൻ്റെ ശക്തിയുള്ള വചനത്താലാണ് ഈ ഭൂമിയിലുള്ള സകലതിനെയും സംരക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൻ്റെ ശക്തിയുള്ള വചനം കൊണ്ട് ഹല്ലേലൂയ ബന്ധങ്ങളെ ദൈവം സംരക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി മനുഷ്യൻ മണ്ണിനെ ചുടുകട്ടയാക്കിയപ്പോൾ അത് കഠിനമുള്ള ഒരു വസ്തുവായിട്ടാണ് മാറിയത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ദൈവം പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, ഭൂമിയിലേക്കും ഏറ്റവും സോഫ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് പുറത്ത് വന്നത്. നാം തന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ എത്ര സോഫ്റ്റ് ആണെന്നറിയാമോ? ഹല്ലേലൂയ, ഞാൻ ബേസിക്കലി ഒരു തിയേറ്റർ നേഴ്സാണ്. ഹല്ലേലൂയ,
ആ ഓർഗൻസൊക്കെ നമുക്ക് ഈ ശരീരം തുറന്നു കഴിയുമ്പോൾ ആ ഓർഗൻസിനെയൊക്കെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ ഇറ്റ്സ് റിയലി സോഫ്റ്റ്, വളരെ സോഫ്റ്റായിട്ടുള്ള ഓർഗൻസാണ്. ഒന്നും വേണ്ട, നമ്മുടെ മുഖത്തേക്കൊന്ന് സ്പർശിച്ച് നോക്കിക്കേ അല്ലേ. ഇപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഹല്ലേലൂയ അത്രയും സോഫ്റ്റായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് പുറത്ത് വന്നത്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ മണ്ണിനെ ചേർത്ത് നിർത്തി ചുടുകട്ട ഉണ്ടാക്കിയപ്പോൾ സോഫ്റ്റായിട്ടുള്ളതല്ല കിട്ടിയത്, കഠിനപ്പെട്ടു. അതങ്ങ് വളരെ കാഠിന്യമുള്ള ഒരു വസ്തുവായിട്ട് മാറുകയാണ്. ഇനി ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ മനുഷ്യനുണ്ടാക്കിയ ചുടുകട്ടയ്ക്ക് ഒരിക്കലും പഴയതുപോലെ ഒരവസ്ഥയിലേക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഇനി ഇഷ്ടിക പൊടിച്ച് മണ്ണിലിട്ടാലും അത് ആ മണ്ണിനോടങ്ങ് ചേരത്തില്ല, അതിൻ്റെ ആ നേച്ചർ മടങ്ങി വരത്തില്ല. പക്ഷേ ഈ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. മനുഷ്യൻ മണ്ണാകുന്നു, അവൻ പൊടിയോട് തിരികെ ചേരുകയാണ്. പൊടി പണ്ടായിരുന്നതുപോലെ ഒരു വ്യത്യാസവും കൂടാതെ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ ഈ ശരീരം മണ്ണിനോട് ഇഴുകിച്ചേരുന്നു. അപ്പോൾ ആ ഒരു ദൈവിക പ്രവൃത്തി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. സ്തോത്രം. എന്നാൽ ഇന്നും മനുഷ്യൻ്റെ കല്ലായുള്ള ഹൃദയത്തെ നീക്കി ഒരു മാംസളമായ ഹൃദയം വെച്ച് പിടിപ്പിച്ച് കൊടുക്കുവാൻ, അവൻ്റെ കഠിനതകൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ അവനെ ഒരു പഴയ മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനായ ഹല്ലേലൂയ ആ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന ആ മനുഷ്യനെ അങ്ങ് ഉരിഞ്ഞു കളഞ്ഞിട്ട് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ആ പുതിയ ഒരു വ്യക്തിത്വം നൽകുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിനത് കഴിയും ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഠിനപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നിഗളിച്ച് ഗോപുരം പണിയുവാനായി ശ്രമിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോട് നമുക്ക് പറയാം, കർത്താവേ ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളെ സഹായിക്കുമാറാകണം, എൻ്റെ പ്രിയപ്പെട്ടവരെ സഹായിക്കുമാറാകണം. ആ ഒരു ഡിവൈൻ റെസ്റ്റോറേഷൻ, ആ ദൈവിക നേച്ചറിലേക്ക് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉള്ള അതേ നേച്ചറിലേക്ക് ഒന്ന് മടക്കിക്കൊണ്ടുവരുമാറാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനിയും ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ് അവിടെ പറയുന്നത്? അപ്പോൾ യഹോവ ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്ന ഒന്നും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കേണ്ടതിന് അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് അരുളി ചെയ്തു. ഇതന്നെ ദൈവത്തിന് മനുഷ്യനെ പേടിയുണ്ടായിട്ട് ഇറങ്ങി വന്നതാണോ? ഇവരെല്ലാവരും കൂടെ ഇനിയും വലിയൊരു ഗോപുരം പണിത് ഇങ്ങ് കയറി സ്വർഗത്തിലോട്ട് വരുമോ എന്നുള്ള ഭയത്തിലാണോ ദൈവം ഇത് ചെയ്തത്? പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. അല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്തുകൊണ്ടാണ് ദൈവം ഇറങ്ങി വന്ന് ഭാഷ കലക്കിയെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. വലിയ പാപത്തിലേക്ക് മനുഷ്യൻ വീണുപോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരുമിച്ച് കൂടി താമസിച്ച് ദൈവിക കൽപ്പനകൾക്കെതിരായി നിന്ന് ആ ഗോപുരത്തിനകത്ത് ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ആ പട്ടണത്തിനകത്തും താമസിച്ച് മനുഷ്യൻ പാപത്തിൽ ഇനിയും വീണുപോകരുത്. ഇതുവരെ ചെയ്ത പാപത്തിനേക്കാൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചിന്തിക്കാൻ കഴിയാത്ത പാപത്തിലേക്ക് മനുഷ്യൻ വീണു പോകരുത്. വീണ്ടും വഷളായി പോകാതിരിക്കുവാൻ ആദ്യമേ തന്നെ ദൈവം തടുക്കുകയാണ്. സ്തോത്രം. ഇനി നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം, ദൈവം ഇത്രയും സ്നേഹവാനായിട്ടുള്ള ഒരു ദൈവമായതുകൊണ്ടാണ് അവിടെ വെച്ച് ഭാഷ കലക്കിക്കളഞ്ഞത് കേട്ടോ. എന്നാൽ ഒരു കാര്യം ഓർത്തേ, ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ വെച്ച് ദൈവം കലക്കിക്കളഞ്ഞ ഭാഷ ഒരു മാളിക മുറിയുടെ മുകളിൽ വെച്ച് ദൈവം തിരിച്ചു തന്നു. ഈ ഗോപുരത്തിൻ്റെ മുകളിൽ വെച്ച് മനുഷ്യൻ തമ്മിൽ പറയുന്നത് എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഹല്ലേലൂയ. ഒരുവൻ
പറയുന്ന ഭാഷ മറ്റൊരുവന് മനസ്സിലാകാതെ പോയതുകൊണ്ട് ഹല്ലേലൂയ അവർ ചിതറിപ്പോവുകയാണ്. എന്നാൽ ഓർക്കുക, ഹല്ലേലൂയ, മാളികമുറി, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ മാളികമുറിയുടെ മുകളിൽ വെച്ച് ദൈവം ഹല്ലേലൂയ ഒരു ഭാഷ മനുഷ്യൻ്റെ അധരത്തിൽ കൊടുത്തു. ഏകദേശം 11-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ, ഭാഷ സംസാരിക്കുന്നവർ അവിടെ കൂടി വന്നത് നമുക്ക് ഹല്ലേലൂയ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ മനുഷ്യൻ അന്ന് സംസാരിച്ച ഭാഷ എല്ലാവർക്കും അവരവരുടെ ഭാഷയിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് ശിഥിലമായി പോയ ഭാഷ അവിടെ വെച്ച് ദൈവം ഹല്ലേലൂയ മടക്കി കൊടുക്കുകയാണ്. ഇവിടെ വെച്ച് ഹല്ലേലൂയ സ്തോത്രം, മനുഷ്യൻ ചിതറി പോവുകയായിരുന്നു. എന്നാൽ മാളിക മുറിയുടെ മുകളിൽ വെച്ച് പറഞ്ഞ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ, പിന്നീട് 5000 പേർ കൂടിച്ചേരുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഹല്ലേലൂയ അവയവങ്ങളായി മനുഷ്യൻ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പാപനിമിത്തം എവിടേക്കൊക്കെ ചിതറിപ്പോയോ അവിടെ നിന്ന് ആ ശരീരമാകുന്ന സഭയുടെ ഹല്ലേലൂയ അവയവങ്ങളായി ഇന്നും കൂടിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. ചിതറിപ്പോവുകയല്ല, ഇന്നും കൂടിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ സത്യം ഓർക്കണം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഒരിക്കലും നമ്മളെ അങ്ങനെ ചിതറിച്ച് കളയുന്ന ദൈവമല്ല. പാപം നിമിത്തമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ചിതറലുണ്ടായാൽ ഉണ്ടാകുന്നത്. ആ പാപത്തിൻ്റെ പരിഹാരമായി യേശു ക്രിസ്തുവിനെ നമുക്ക് ദാനമായി തന്നിട്ട് പിതാവ് ഇന്നും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നും ചെയ്യണ്ട കേട്ടോ, ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. ഹല്ലേലൂയ, വിശ്വസിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ, നിങ്ങളെ നിങ്ങളുടെ ആ പഴയ നേച്ചറിലേക്ക്, ഒറിജിനൽ നേച്ചറിലേക്ക്, പഴയ നേച്ചറല്ല, ഒറിജിനൽ നേച്ചറിലേക്ക്, ആ ദൈവിക സ്വഭാവത്തിലേക്ക്, ഹല്ലേലൂയ, ആ ദൈവിക ആ പ്രകൃതിയിലേക്ക്, ആ നേച്ചറിലേക്ക് ഹല്ലേലൂയ മടക്കിക്കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും. ഞാനതിന് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഇതേ അധ്യായത്തിൽ തന്നെ നമുക്ക് താഴോട്ട് പോകുമ്പോൾ വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, അബ്രഹാമിന് ഈ ഊരിൻ്റെ പ്രദേശത്ത് വെച്ച് ദൈവീകമായ ദർശനമുണ്ടായപ്പോൾ എൻ്റെ ചിന്ത, അബ്രഹാം തേരഹിനോട് പറഞ്ഞു കാണും, എന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ യാത്രയാകുകയാണ്, എനിക്ക് പോകണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, തേരഹാണ് അവിടെ ലീഡ് ചെയ്ത് ഇവരെ എല്ലാവരെയും കൊണ്ടുവരുന്നത്. ആക്ച്വലി ദാറ്റ് വാസ് against the will of God. ഹല്ലേലൂയ. അബ്രഹാമിനെയാണ് ദൈവം വിളിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിൻ്റെ ലീഡർഷിപ്പിലായിരുന്നു യാത്ര തുടങ്ങേണ്ടതും തുടരേണ്ടതും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഈ തേരഹിൻ്റെ ലീഡർഷിപ്പിൽ വന്നതുകൊണ്ട് കനാനിലേക്ക് കാലെടുത്ത് കുത്തിവെച്ചില്ല. അതിനു മുമ്പ് ഹാരാനിൽ വന്ന് അവിടെ തമ്പടിച്ചു. വീണ്ടും അപ്പോഴും ഓർത്തോണം, ഹല്ലേലൂയ, ഈ വിളി കേട്ടവർ, ദർശനം ഉള്ളിലുള്ളവർ, അവരാണ് ലീഡ് ചെയ്യേണ്ടത്. അവരുടെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. ഹല്ലേലൂയ. അല്ലാതെ വിളിയില്ലാത്തവർ, ദർശനമില്ലാത്തവർ, ഉള്ളിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും നിയോഗവും ഇല്ലാത്തവർ ഹല്ലേലൂയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ നേതൃത്വത്തിലേക്ക് വന്നാൽ അത് വഴിതെറ്റിപ്പോകുമെന്നോർക്കുക. അതൊരിക്കലും കനാനിലെത്തത്തില്ല, ഹാരാൻ കൊണ്ട് അവസാനിച്ചു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ നേതൃത്വ നിരയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടാളി അല്ലെങ്കിൽ ആ ഭവനത്തിലെ പുരുഷൻ അല്ലെങ്കിൽ യഥാർത്ഥമായി ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധമുള്ള വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അവരുടെ ലീഡർഷിപ്പിലാണ് കുടുംബം മുമ്പോട്ട് പോകുന്നത്. അത് യഥാർത്ഥമായി ദൈവിക പദ്ധതിയിൽ എത്തത്തില്ല, ഹാരാൻ കൊണ്ട് അവസാനിക്കും. ചില പച്ചിപ്പുകൾ കണ്ടപ്പോൾ അവിടെ കൂടാരമടിച്ചു, അവിടം കൊണ്ട് തേരഹിൻ്റെ യാത്ര അവസാനിക്കുകയാണ്. ഒരിക്കലും അത് സംഭവിക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എവിടേക്ക് വിളിച്ചോ, എന്തിലേക്ക്
ഹല്ലേലൂയ സ്തോത്രം ദൈവം തിരഞ്ഞെടുത്തോ അവിടെ ചെന്നെത്തണം. ഒരിക്കലും പാതി വഴിയിൽ യാത്ര അവസാനിക്കുവാൻ ദൈവമേ ഇടയാക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനി ഹാരാനിൽ എത്തി നിൽക്കുന്ന അനുഭവമുണ്ടെങ്കിൽ അവിടെ വെച്ച് ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ അകത്തെ തേരഹുമാർ മരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ തുടർന്ന് യാത്ര നടക്കേണ്ടതിന് ഇപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഉള്ളിൽ ഉയർന്നു നിൽക്കുന്ന തേരഹുമാരുടെ മരണം നടക്കുമാറാകട്ടെ. എന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പുറപ്പെട്ട് ദൈവം എന്തിനു വേണ്ടി നിയോഗിച്ചെന്നെയും നിങ്ങളെയും ഹല്ലേലൂയ സ്തോത്രം അയച്ചുവോ, എന്ത് പദ്ധതിയോടുകൂടി രണ്ട് ജീവിതങ്ങളെ ദൈവം കൂട്ടിച്ചേർത്തുവോ, ഹല്ലേലൂയ എന്ത് ആഗ്രഹത്തോടുകൂടി ദൈവം ഹല്ലേലൂയ രണ്ട് കുടുംബങ്ങളെ കൂട്ടിച്ചേർത്തുവോ, എന്ത് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഇഷ്ടത്തിനായിട്ടും ഹിതത്തിനായിട്ടുമാണ് ദൈവം ഹല്ലേലൂയ ദേശത്ത് കുറെ ജനങ്ങളെ കൂട്ടിച്ചേർത്ത് തന്നതൊരു ദൈവസഭയാക്കിയോ, ആ പദ്ധതികളെല്ലാം ഹല്ലേലൂയ നടക്കുവാനായി പ്രാർത്ഥിക്കാം. അതിന് തടസ്സം നിൽക്കുന്ന തേരഹുമാർ ഹല്ലേലൂയ സ്തോത്രം അകത്ത് നിന്ന് ഹല്ലേലൂയ അവരുടെ മരണം നടക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഹല്ലേലൂയ ഒരിക്കലും ഒരു മനുഷ്യനെ അല്ല കേട്ടോ. തേരഹ് എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവിക ഹല്ലേലൂയ ആ വിളിയുള്ള അബ്രഹാമിന് പകരം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ആ തേരഹിൻ്റെ ശക്തി എന്താണോ, ആ ശക്തി എന്തു തന്നെയാണെങ്കിലും ഹല്ലേലൂയ അത് കുടുംബത്തിലാകട്ടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലാകട്ടെ, ദൈവസഭയിലാകട്ടെ, നമ്മുടെ ദേശത്താകട്ടെ, നമ്മുടെ രാജ്യത്താകട്ടെ, എവിടെയും ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കാത്ത തേരഹുമാരുടെ ലീഡർഷിപ്പുകൾ ഹല്ലേലൂയ അവസാനിച്ചു പോകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിനായി നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ കർത്താവേ, കഠിനപ്പെട്ട് ദൈവിക പദ്ധതിക്കെതിരായി നിന്ന് ഹല്ലേലൂയ ചുടുകട്ടയാകാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ ദൈവിക ഇഷ്ടത്തിന് വിപരീതമായി ഹല്ലേലൂയ തേരഹുമാരെയും കൊണ്ട് യാത്ര ചെയ്യുവാൻ ഒരിക്കലും അനുവദിക്കരുതേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആകട്ടെ. ഗോഡ് ബ്ലെസ് യു.